അടുത്തത് ഒരു ഡെഫിനിഷനാണ് സൈക്കിൾ ഡീകമ്പോസിഷൻ. ഒരു സൈക്കിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷനാണ്. ഇഫ് G1, G2, etc. Gr are subgraphs of G that are pairwise edge disjoint. അതെന്താണ്? ഒരു G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അതിന്റെ സബ് ഗ്രാഫുകളാണ് എന്ത്? G1, G2, etc. Gr എന്ന് പറയുന്ന 6 സബ് ഗ്രാഫുകൾ ഉണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? പെയർവൈസ് എഡ്ജ് ഡിസ്ജോയിന്റ്. അതായത് G1ലുള്ള ഒരു എഡ്ജും തന്നെ എവിടെ ഉണ്ടാവില്ല? G2ൽ ഉണ്ടാവില്ല. ഇതിലുള്ള ഏത് രണ്ട് പെയറുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എല്ലാം ഡിസ്ജോയിന്റ് എഡ്ജുകൾ എന്താണ്? ഇതിൽ ഏതെങ്കിലും രണ്ട് ഗ്രാഫുകൾ G1, G2 അല്ലെങ്കിൽ ഒരു GI, GJ എന്ന് പറയുന്ന രണ്ട് ഗ്രാഫുകൾ കൺസിഡർ ചെയ്യുക. GI ആൻഡ് GJ രണ്ട് പെയറുകൾ കൺസിഡർ ചെയ്യാം. GI ആൻഡ് GJ ഏത് പെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇതിലുള്ള GIയുടെയും GJയുടെയും എഡ്ജുകൾ തമ്മിൽ ഡിസ്ജോയിന്റ് ആവും. അതാണ് പെയർ വൈസ് ഡിസ്ജോയിന്റ്. ആൻഡ് ദെയർ യൂണിയൻ ഈസ് G. എന്താ പ്രത്യേകത? ഈ പെയർ വൈസ് ആയിട്ടുള്ള GR സബ് ഗ്രാഫുകൾ ഉണ്ടല്ലോ, ഇതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ G തന്നെ കിട്ടും. അതായത് ഇഫ് G1, G2, etc. Gr are subgraphs of G that are pairwise edge disjoint and their union is T. അതിന്റെ യൂണിയൻ എന്താണ്? G തന്നെയാണ്. Then we write G equal to G1 plus G2 plus etc. plus Gr. ഈ ഒരു നൊട്ടേഷൻ. അങ്ങനെയുള്ള G1 എന്താണ്? ഈ G1, G2, etc. Grന്റെ പ്രത്യേകത പെയർവൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ G തന്നെ കിട്ടും. ഇങ്ങനെയുള്ള ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ് പ്ലസ് ഇട്ടിട്ട് റൗണ്ട് ഇട്ടിട്ടുള്ള നൊട്ടേഷൻ. G1 plus G2 plus etc. Gr. ഇനി ഇതിൽ തന്നെ ഇഫ് GI equal to CI, ഓരോ GIയും ഓരോ സൈക്കിളുകളായിരുന്നെങ്കിൽ CI എന്താണ്? എ സൈക്കിൾ ഓഫ് G ഫോർ ഈച്ച് I എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് G എങ്ങനെ എഴുതാം? G equal to C1 plus C2 plus etc. Cr. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഉണ്ടല്ലോ, S is equal to set C1 etc. Cr is then called a cycle decomposition of G. എന്ന് പറഞ്ഞാൽ G എന്ന് പറയുന്ന ഒരു ഗ്രാഫിന്റെ സബ് ഗ്രാഫുകളായിട്ട് എന്ത് വരിക? സൈക്കിൾസ് വരിക. ആ സൈക്കിൾസിന്റെ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സൈക്കിളുകൾ വരിക. ആ സൈക്കിളുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ G തന്നെ കിട്ടുക. അങ്ങനെയുള്ള സൈക്കിളിന്റെ സെറ്റുകളെയാണ് നമ്മൾ എന്താ പറയാ? സൈക്കിൾ ഡീകമ്പോസിഷൻ ഓഫ് G എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റുന്നതാണ്. ദ എബോവ് തിയറം ഇംപ്ലൈസ് ദാറ്റ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് അഡ്മിറ്റ്സ് എ സൈക്കിൾ ഡീകമ്പോസിഷൻ. കാരണം എന്താ? നമുക്ക് അതിനെ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്ത കൺക്ലൂഷൻ ആയിട്ട് എ കണക്റ്റഡ് ഗ്രാഫ് G ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് അഡ്മിറ്റ്സ് എ സൈക്കിൾ ഡീകമ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയർ ആണ് അടുത്തത്. എ ഗ്രാഫ് ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് എഡ്ജ് E of G belongs to an odd number of cycles. അപ്പൊ ഒരു ഗ്രാഫ് യൂളേറിയൻ ആണെങ്കിൽ എന്താണ്? അതിലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അത് എത്ര ഓഡ് നമ്പർ ഓഫ് സൈക്കിൾസിൽ അത് എന്ന് പറഞ്ഞാൽ അത് ബിലോങ് ചെയ്തിട്ടുള്ള സൈക്കിളുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള സൈക്കിളുകൾ കൗണ്ട് ചെയ്യുക. അതിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഓഡായിരിക്കും. ഫോർ എക്സാമ്പിൾ എടുക്കുക, ഈ ഒരു യൂളേറിയൻ ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇതിലെ ഒരു എഡ്ജാണ് E ബിലോങ്സ് ചെയ്യുന്ന എത്ര സൈക്കിൾസ് ഉണ്ട്? 1, 2, 3 അല്ലെ? E ബിലോങ്സ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സൈക്കിൾസ് എടുത്തു നോക്കുക. ഇവിടുന്ന് P1 എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്. എവിടുന്നാണ്? ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഈ വെർട്ടെക്സിൽ വരുന്നത്. അപ്പൊ P1 യൂണിയൻ E എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്കിളാണ്. അതുപോലെ P2 യൂണിയൻ E എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. P3 യൂണിയൻ E എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. അതുപോലെ ഒരു യൂളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ അതിലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? ഓഡ് നമ്പർ ഓഫ് സൈക്കിൾസ് അത് എത്ര എണ്ണം ബിലോങ്സ് ചെയ്തിട്ടുണ്ടാവും? ഓഡ് നമ്പർ ഓഫ് സൈക്കിൾസിൽ അത് എലമെന്റ് ആവും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത്. അതുപോലെ ഇതിനൊരു കൊറോളറി ആയിട്ട് പറയാൻ പറ്റുന്ന റിസൾട്ട് ആണ് എ ഗ്രാഫ് E ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ആൻ ഓഡ് നമ്പർ ഓഫ് സൈക്കിൾ ഡീകമ്പോസിഷൻ. എന്താണ്? യൂളേറിയൻ ആണെങ്കിൽ അതിന്റെ സൈക്കിൾ ഡീകമ്പോസിഷന്റെ എണ്ണം എന്താവും? ഓഡ് നമ്പർ ആയിരിക്കും. യൂളേറിയൻ ആണെങ്കിൽ വരിക നമ്മൾ അതിന്റെ സൈക്കിളായിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടുള്ള നമ്മൾ S is equal to set C1, C2, etc. Cr എന്ന് പറയുന്ന R എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയിരിക്കും. എ ഗ്രാഫ് G is Eulerian if and only if it has an odd number of cycle decomposition. അപ്പോൾ ഈ രണ്ട് തിയറത്തിന്റെ പ്രൂഫുകൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതുക. അതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻസും ഫൈൻഡ് ആൻ യൂളർ ടൂർ ഇൻ എ ഗ്രാഫ് G, ഈ ഒരു ഗ്രാഫിന്റെ യൂളർ ടൂർ കണ്ടുപിടിക്കാൻ. അതുപോലെ does there exist an Eulerian graph with an even number of vertices and an odd number of edges? അങ്ങനെയുള്ള ഒരു യൂളേറിയൻ ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തത്. ആൻഡ് ഓഡ് നമ്പർ ഓഫ്
വെർട്ടിസസ് ആൻഡ് ആൻ ഈവൻ നമ്പർ ഓഫ് എഡ്ജസ്. അങ്ങനെയുള്ള ഒരു യൂളേറിയൻ ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രാഫിന്റെ ഒരു എക്സാമ്പിൾ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് യൂളേറിയൻ. നാലാമത്തത്, പ്രൂവ് ദാറ്റ് എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് യൂളേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് എഡ്ജ് കട്ട് ഹാസ് ആൻ ഈവൻ നമ്പർ ഓഫ് എഡ്ജസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം.